ഞാൻ മരിച്ചാൽ സെൻഹ ഫൈഷ തയ്യാറാക്കിയ രചന. ഞാൻ മരിച്ചാൽ എൻ്റെ 45ന്റെ അന്ന് വീട്ടിലൊന്ന് ചെല്ലണം. കാട് പിടിച്ചൊരു മുറ്റവും ഉണങ്ങിപ്പോയ ചെടികളും നിശബ്ദമായൊരു വീടും. അകലെ നിന്ന് നോക്കിക്കാണണം. കരയരുത്. ഒരിക്കലും കാണാത്ത രണ്ടുപേർക്കിടയിൽ എത്രയോ പേരാണ് ജീവിച്ചു മരിച്ചുപോയതെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വേണം ഇറങ്ങിച്ചെല്ലാൻ. എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഉമ്മ വാതിൽ തുറന്നു തരും. കണ്ണടയ്ക്കുള്ളിലെ 2 കണ്ണുകൾ കണ്ണുനീര് വറ്റാതെ വിറങ്ങലിച്ച് നിൽപ്പുണ്ടാവും. ഉമ്മ എന്നെക്കുറിച്ച് പറയും. വാക്കുകളിൽ മുഴുക്കെ എൻ്റെ അടുക്കും ചിട്ടയും വീട് വൃത്തിയാക്കലുമാവും. അവൾ പോയതിൽ പിന്നെ എന്നിടത്ത് ഉമ്മ പലതും ബാക്കി വയ്ക്കും. എൻ്റെ റൂമിൽ പുസ്തകങ്ങൾ കാണും. എടുക്കരുത്. വാടിപ്പോയ ഇൻഡോർ പ്ലാന്റിന് ഇത്തിരി വെള്ളം നനച്ചു കൊടുത്തേക്കണം. എൻ്റെ ബെഡിൽ മരണത്തിൻ്റെ ചുളിവുണ്ടാവും. മേശപ്പുറത്തെ ഖുർആനും ഒരു തസ്ബീഹ് ഉണ്ടാവും. ഉമ്മ ചായയോ വെള്ളമോ വിളമ്പും. ഊണ് കഴിച്ചിട്ട് പോകാമെന്നിടറും. ചെറിയ അനിയൻ പാളി നോക്കി തിരിഞ്ഞു നടന്നേക്കാം. വലിയവൻ തീർച്ചയായും കൈപിടിക്കും. അവൾ ഇവിടം വിട്ട് എവിടെ പോകാനെന്ന് കണ്ണു നിറയ്ക്കും. ഉപ്പ വാക്കുകളില്ലാത്ത പ്രവാസിയാകും. ഒരു പ്രവാസി മറ്റൊരു പ്രവാസിയോട് ചോദിക്കുന്നതൊക്കെയും ചോദിച്ചുകൊണ്ടേയിരിക്കും. മടുപ്പ് തോന്നരുത്, ഉപ്പമാർ കരയാറില്ലല്ലോ. ഇത്താത്ത മുഖം കാണിക്കും. എൻ്റെ സാമ്യം തോന്നിയേക്കാം. മേമ പറഞ്ഞു വിട്ടതാണെന്ന് ആമിഷുവിനെ പരിചയപ്പെടുത്തിയേക്കാം. അവൻ്റെ കവിളിലൊന്ന് തൊടാൻ മറക്കരുത്. തിരിച്ചിറങ്ങുമ്പോൾ കണ്ണു നിറയരുത്. ഉമ്മുമ്മാക്കും ഉപ്പുപ്പാക്കും സുഖമാണോ എന്ന് ചോദിക്കാൻ മറക്കരുത്. തത്തമ്മോളിപ്പോൾ ഏത് ക്ലാസ്സിലാണെന്ന് വെറുതെ അങ്ങ് ചോദിച്ചേക്കണം. പിന്നെ ഇറങ്ങി നടക്കണം. കണ്ണുകൾ പിന്തുടരും. തേങ്ങൽ തിരിച്ചു വിളിക്കും. കാറിൽ കയറണം. സ്റ്റിയറിംഗിൽ അമർത്തിപ്പിടിച്ചാൽ വഴി തെളിയും. മുഖം മറയും. ഞാനില്ലാത്ത എൻ്റെ നാട് യാത്ര പറയും. ഉമ്മാൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. കുട്ടികളുള്ള വീടാണ്. പോകും വഴി ബേക്കറിയിൽ കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോണം. ഉപ്പുപ്പ ഉമ്മറത്ത് തന്നെ ഉണ്ടാവും. ഉമ്മുമ്മ ഓതുകയാവും. മാമി ചായ തന്ന് തറഞ്ഞു നിൽക്കും. 3 പെൺമക്കളിൽ ആരെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റി നിന്നേക്കാം. ദീദിയുടെ ആരോ ആണെന്ന് പറയാതെ തന്നെ അവരറിഞ്ഞോളും. കഥകൾ അങ്ങനെ കേട്ടിരിക്കണം. ഉപ്പുപ്പ ചരിത്രം പറയും. പാടത്ത് പോയത്, മഴയത്ത് നിർത്തിയത്, പലചരക്ക് ലിസ്റ്റിൽ വനിത എന്നെഴുതി തന്നത്, ദേഷ്യം പിടിക്കുമ്പോഴെല്ലാം അരിവാളുമായി പറമ്പിലേക്കിറങ്ങി മൂപ്പത്താത്ത വാഴയും തെങ്ങും കവുങ്ങും എല്ലാം വെട്ടിയത്, ദേഷ്യം മാറുമ്പോൾ കട്ടിലിന്റെ ഓരത്ത് വന്ന് തേങ്ങി കരഞ്ഞത്, ചക്കയും കാന്താരി ചമ്മന്തിയും കൂട്ടി ഒരു ചെമ്പ് ചോറ് തിന്നത്, ദേശാഭിമാനി വായിക്കുന്നത്, കാറിന്റെ മുന്നിലിരിക്കാൻ അടികൂടുന്നത്. ഉമ്മമ്മ പറഞ്ഞു കരഞ്ഞേക്കാം. കരഞ്ഞ് പറഞ്ഞേക്കാം. ഞാനാണ് നോക്കിയതെന്നും ഇവിടെയാണ് വളർന്നതെന്നും കണ്ണു നിറച്ചേക്കാം. ആദ്യമായി ഉണ്ടാക്കിയ കുക്കർ ബിരിയാണി വടികാട്ടി കുട്ടികളെ തീറ്റിച്ച കഥ പറഞ്ഞ് ഒരു വേള ചിരിച്ചേക്കാം. പിന്നെ അവിടെ നിൽക്കരുത്. സലാം പറഞ്ഞിറങ്ങിയേക്കണം. ഇനിയും വരണം കേട്ടോ എന്ന് ഉപ്പുപ്പ പിൻവിളിക്കും. ഉവ്വെന്ന് തലകുലുക്കണം. ഒരിക്കലും കാണാത്ത 2 പേർക്കിടയിൽ എത്രയോ പേരാണ് ജീവിച്ചു മരിച്ചുപോയതെന്ന് മനസ്സിലുറപ്പിച്ച് മടങ്ങിപ്പോയേക്കണം. ആ വഴികളൊക്കെയും മറന്നുപോയേക്കണം.